മറ്റു വാർത്തയിലേക്ക്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തും പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടു. ഉട്ടാവാലി യൂണിവേഴ്സിറ്റിയിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ വെടിയേൽക്കുകയായിരുന്നു. ചാർലി പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെയും കൊലപാതകം കണ്ട് കാണികൾ ഓടി രക്ഷപ്പെടുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. Do you know where that came from? No idea. Oh my gosh. You guys okay? Okay, love you. Be safe. Okay, be safe. ഇതായിരുന്നു സംഭവിച്ചത്. അമേരിക്കയ്ക്ക് ഇരുണ്ട നിമിഷമെന്നും ഇത് ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നും ക്രൂരത കാട്ടിയവരെ വിടില്ല എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. ട്രംപ് തന്നെയാണ് ഇക്കാര്യം ഔദ്യോഗികമായിട്ട് അറിയിച്ചതും. ചാർലി കിർക്ക് അത് ട്രംപിന്റെ അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം. കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. അഭിലാഷ്, എന്ത് സംഭവിച്ചു എന്നതിൽ ഇപ്പോഴും കൃത്യത വന്നിട്ടുണ്ടോ? ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ? കിർക്കിനെ ആര് കൊലപ്പെടുത്തി? ഈ വിവരം ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ടോ? മഞ്ജുഷ്, ചാർലി കിർക്കിനെ ആരാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. രാവിലെ ഈ സംഭവം കഴിഞ്ഞ ഉടൻ തന്നെ രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിലും പിന്നീട് അവർക്ക് ഈ സംഭവവുമായി ബന്ധമില്ല എന്ന തിരിച്ചറിവിൽ അവരെ കസ്റ്റഡിയിൽ നിന്ന് പറഞ്ഞു വിട്ടു. എന്നാൽ ഇപ്പോൾ കർശനമായ രീതിയിലുള്ള വലിയ രീതിയിലുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. ഡോർ ടു ഡോറായിട്ട് ഇപ്പോൾ അവിടുത്തെ പോലീസ്, അമേരിക്കൻ പോലീസ് വീടുകളോറും കയറി ഇറങ്ങിയാണ് ഇപ്പോൾ കൊലപാതകിയെ തേടുന്നത്. കാരണം ഈ സംഭവം നടന്ന് അടുത്ത നിമിഷം തന്നെ പോലീസ് അവിടെ എത്തിയെങ്കിലും ഇയാളെ ആരാണോ ഈ കൊലപാതകി അയാളെ കിട്ടിയിട്ടില്ല. എന്നാൽ ഈ പരിധിയിൽ തന്നെ, അതായത് ഈ സംഭവം നടന്ന ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയുടെ പരിധിയിൽ തന്നെ ഇയാൾ ഉണ്ടെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശത്ത് മുഴുവൻ അതിശക്തമായ രീതിയിലുള്ള തിരച്ചിലാണ് പുരോഗമിക്കുന്നത്. കറുത്ത വസ്ത്രം ധരിച്ച ആളാണ് ഈ കൊലപാതകം നടത്തിയത്. അതായത് ഉട്ടാ വാലി യൂണിവേഴ്സിറ്റിയിലെ പുറത്തുള്ള മൈതാനത്താണ് ഈ പരിപാടി നടന്നത്. ആ പരിപാടിയിൽ ഒരു ടെന്റിലാണ് ഈ ചാർലി കിർക്ക് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ 200 ഫീറ്റ് മുകളിൽ നിന്നാണ് വെടിയേറ്റത്. ഇദ്ദേഹത്തിൻ്റെ കഴുത്തിലാണ് വെടിയേറ്റത്. വെടികൊണ്ട ഉടൻ തന്നെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഈ കിർക്കിൻ്റെ പരിപാടി കാണാനും കിർക്കിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തോട് സംവദിക്കാനും എത്തിയ ആളുകൾ പറയുന്നത് സുരക്ഷാ ക്രമീകരണങ്ങൾ തീരെ കുറവായിരുന്നു. അതുപോലെ തന്നെ അവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യത്തിൽ എത്തും മുമ്പ് തന്നെ അദ്ദേഹം കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം നേരെ കഴുത്തിലാണ് ആ വെടിയേറ്റത്. ഒറ്റ വെടിയായിരുന്നു ഏറ്റത്. അപ്പോൾ തന്നെ അദ്ദേഹം ബോധരഹിതനായി വീഴുകയായിരുന്നു. എന്തായാലും സംഭവത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, വൈസ് പ്രസിഡന്റ് JD വാൻസ്, അതുപോലെ പ്രമുഖരായിട്ടുള്ള അമേരിക്കയിലെ അഭിനേതാക്കളടക്കം രംഗത്തെത്തി. ഇത്തരത്തിൽ വലിയ രീതിയിൽ അവർ പറയുന്നത് ഒരിക്കലും അമേരിക്കക്കാരെ കൊല്ലുന്ന ഒരു പരിപാടി നിർത്തണം, ഇത്തരത്തിലുള്ള തീവ്രപരമായിട്ടുള്ള നിലപാടുകളിൽ നിന്ന് ആളുകൾ പിന്മാറണം, ഇത്തരത്തിലൊരു സംഭവം ഇനി ഉണ്ടാവരുത് എന്നുള്ള തരത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. എന്തിനാണ് ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസറെ, അദ്ദേഹത്തിൻ്റെ പോഡ്കാസ്റ്റിന് ഏതാണ്ട് 4 മില്യൺ ഫോളോവേഴ്സൊക്കെ ഉണ്ട്. ഇന്നലെ അടക്കം അദ്ദേഹം പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു പല വിഷയങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ വലതുപക്ഷ നിലപാടുകളോട് വിയോജിപ്പുള്ള ഒരുപാട് പേർ അതിന് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോയ്ക്ക് താഴെ ആളുകൾ വന്ന് കമൻറ്റ് ചെയ്യുന്നത് താങ്കളുടെ നിലപാടുകളോട് വലിയ രീതിയിലുള്ള വിയോജിപ്പുണ്ട്, പക്ഷേ ഇത്തരത്തിൽ കൊല്ലപ്പെടേണ്ട ഒരാളായിരുന്നില്ല താങ്കൾ. അദ്ദേഹത്തിന് ഭാര്യയുണ്ട്, 2 മക്കളുണ്ട്, അവരുടെ വേദനയിൽ പങ്കുചേരുന്നു എന്നൊക്കെയുള്ള വലിയ രീതിയിലുള്ള കമൻറ്റുകളും അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ താഴെ തന്നെ വരുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കാണാനും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും നിരവധി ആളുകളാണ് അമേരിക്കയിൽ പല പരിപാടികളായി എത്തുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു കൺസർവേറ്റീവ് പാർട്ടിയുടെ അനുയായി ആണെങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് വളരെയധികം അടുപ്പം സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ചാർലി കിർക്ക്. അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ പോയി കാണാനും അദ്ദേഹത്തോട് സംസാരിക്കാനും തക്ക സൗഹൃദമുള്ള ഒരാളായിരുന്നു. അതുപോലെ അമേരിക്കൻ പ്രസിഡന്റ് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ട്രംപിന് വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം യുവാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. വലിയ രീതിയിലുള്ള യുവാക്കൾക്കിടയിൽ ഒരു ഇൻഫ്ലുവൻസ് ഉള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു കിർക്ക് എന്ന് പറയുന്ന ചാർലി കിർക്ക്. 31 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുണ്ടായിരുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വെടിയേറ്റിരിക്കുന്നത്. എന്തായാലും ഇതിന് കൊലപാതകത്തിന് പിന്നിൽ ആരാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. ശരി അഭിലാഷ്, എന്തായാലും വിശദമായ രീതിയിലുള്ള ഒരു കുറിപ്പ് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് പുറത്തിറക്കിയിരിക്കുന്നത്. അതിൽ രാജ്യസ്നേഹിയായിരുന്നു ചാർലി കിർക്ക് എന്നും ചാർലി കിർക്കിന്
കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ കണ്ടെത്തുമെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുകയാണ്. അതേപോലെ തന്നെ തീവ്ര ഇടതുപക്ഷക്കാർ കിർക്കിൻ്റെ വിമർശകരായിരുന്നു. അവരാണ് രാജ്യത്ത് ഭീകരവാദം വളർത്തുവാൻ കൂട്ടുനിന്നത്. അവരെ കണ്ടുപിടിക്കും എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ചാർലി കിർക്കിൻ്റെ കൊലപാതകം രാജ്യത്തെ ഞെട്ടിച്ചിരിക്കുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്.